അപ്പൊ ഇന്നലെ ജൂൺ 19 VD സതീശൻ സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ടായി. സതീശൻ തന്നെയാണ് അവതരിപ്പിച്ചത്. അപ്പൊ അതില് പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസിന് 10 കോടി, മലബാറിൽ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം 50 കോടി, ഒരു പുതിയ മെഡിക്കൽ കോളേജ് 100 കോടി, പിന്നെ വന്യജീവി ആക്രമണത്തിൽ നിന്ന് സംരക്ഷണത്തിനായിട്ട് 200 കോടിയുടെ അടുത്ത്, പിന്നെ സലിംകുമാറിന് സ്മാരകം 1 കോടി എറണാകുളത്ത്. അപ്പൊ അതൊക്കെ ഭയങ്കര ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പൊ സലിംകുമാറിന് 1 കോടി കൊടുത്ത് സ്മാരകം പണിന്റെ ഒരു ആവശ്യമില്ലാതെ കാര്യത്. ഇപ്പൊ ആ പൈസക്ക് വേണമെങ്കിൽ ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ആൾക്കാരെ സഹായിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇപ്പൊ അപ്പൊ ഈ സലിംകുമാറിന്റെ പരിപാടി എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ പക്ക ദൂർത്താണ്. അതിപ്പോ LDF ആയിരുന്നെങ്കിൽ ഇപ്പൊ ഏഷ്യാനെറ്റും അല്ലെങ്കിൽ മറുനാടൻ മലയാളിയൊക്കെ ദൂർത്ത് എന്ന് പറഞ്ഞു തുടങ്ങിയാലിപ്പോ സംഭവം പറഞ്ഞു മനസ്സിലായി. ഇപ്പൊ കോൺഗ്രസ് ആയതുകൊണ്ട് അവർക്കൊന്നും മിണ്ടാട്ടില്ല. അപ്പൊ അതിൽ പറയാനുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ LDF സർക്കാർ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതില് ഭൂരിഭാഗം മാധ്യമങ്ങളും അതിന് വിമർശിക്കാനായിട്ട് വരും. ഇപ്പോ കൈരളി പോലത്തെ ചാനലുകൾ എന്ന് പറഞ്ഞാൽ പ്രോ CPIM ആയതുകൊണ്ട് അവരല്ല, അല്ലാത്ത ചാനലൊക്കെ ഏഷ്യാനെറ്റ് ആയാലും അല്ലെങ്കിൽ ഇപ്പൊ ഓൺലൈൻ മീഡിയ ആയിട്ടുള്ള മറുനാടൻ മലയാളിയൊക്കെ അവര് ഈ പറഞ്ഞ പോലെ വിമർശനം മാത്രമായിട്ടാണ് വരാം. പറഞ്ഞു മനസ്സിലായ. അപ്പൊ അവരപ്പൊ പറയണ ഒരു ന്യായം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാരുകളെ വിമർശിക്കണം, അതിനാണ് മാധ്യമ പ്രവർത്തകരുടെ ഡ്യൂട്ടി എന്നവർ പറയും. അത് ശരിയാണ്, കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം സർക്കാരുകളെ അവരുടെ ജോലി, അതായത് പ്രതിപക്ഷം കഴിഞ്ഞ 4th പില്ലർ ഓഫ് ഡെമോക്രസിയാണ് മാധ്യമം, മീഡിയ. അപ്പൊ അത് ഓക്കെ. പക്ഷെ LDF ഭരണത്തിൽ നിന്ന് പോയി കോൺഗ്രസ് വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ UDF വന്നു കഴിയുമ്പോൾ അവര് ഈ മാധ്യമധർമ്മല്ല ഉപയോഗിക്കണേ. പറഞ്ഞു മനസ്സിലായ. അപ്പൊ അവര് പ്ലേറ്റ് മാറ്റി. അപ്പൊ അവര് UDFന്റെ നല്ലതും LDFന്റെ പൊട്ടും. അതിനൊറ്റ റീസൺ ഉള്ളു. അത് സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാവും. അത് എസ്പെഷ്യലി മറുനാടൻ മലയാളി ആണെങ്കിലും അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ആണെങ്കിലും ഇവർക്ക് ഈ BJPനെ CPMന്റെ ആ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് എത്തിക്കണം, ആ ഹിന്ദു വോട്ടൊക്കെ ഇങ്ങോട്ട് മറിക്കണം. അതാണ് അവരുടെ ലക്ഷ്യം. അപ്പൊ അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺഗ്രസിനെ തകർത്ത് കഴിഞ്ഞാൽ അവിടേക്ക് CPM കയറാം. അപ്പോ അല്ലെങ്കിൽ കോൺഗ്രസിനെ തകർത്ത് കഴിഞ്ഞാൽ അവിടേക്ക് BJP വളരാൻ പറ്റില്ല. കാരണം കോൺഗ്രസിനെ പറഞ്ഞാൽ മുസ്ലിം വോട്ട് ബാങ്കും അല്ലെങ്കിൽ ക്രിസ്ത്യൻ വോട്ട് ബാങ്കാണ് കൂടുതൽ വരണേ. അപ്പൊ അതൊരിക്കലും BJPക്ക് അല്ല പോവാ, അത് CPMക്ക് തന്നെ പോവാ. അപ്പോ കോൺഗ്രസിനെ തളർത്തി കഴിഞ്ഞാൽ BJPക്ക് ഗുണം ചെയ്യില്ല. പക്ഷെ അവർക്ക് വേണ്ടത് ലൈറ്റായിട്ട് കോൺഗ്രസിനെ വിമർശിക്കുക, പക്ഷെ മെയിൻലി CPMനെ തന്നെ വിമർശിക്കുക. അങ്ങനെ CPMനെ പതുക്കെ തകർത്ത് കഴിഞ്ഞാൽ അവിടെ BJPക്ക് വളരാം. ഇതാണ് ഈ ഏഷ്യാനെറ്റിന്റെയും അല്ലെങ്കിൽ മറുനാടൻ മലയാളിയുടെ ഒക്കെ ഈ അജണ്ട. അപ്പൊ അതിനവര് പല കാരണങ്ങൾ പറയും. ഇപ്പൊ ഓഫ് കോഴ്സ് ഈ പറഞ്ഞ പോലെ പ്രതിപക്ഷത്താണെന്ന് വെച്ചിട്ട് അവർ വിമർശന അതീതമല്ല. അവർ അഴിമതി ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കള്ളത്തിന് ചെയ്തെങ്കിൽ അതൊക്കെ എടുത്ത് കാണിക്കണം, അതിലൊരു വിട്ടുവീഴ്ചയില്ല. പക്ഷെ അവിടെ ഇരട്ടത്താപ്പാണ് വരണേ. പറഞ്ഞ മനസ്സിലായി. അതായത് UDF പ്രതിപക്ഷത്തായിരുന്നപ്പോ കാണിച്ച ഒരു മാധ്യമധർമ്മല്ല ഈ CPM പ്രതിപക്ഷത്ത് വരുമ്പോ ഈ ചില മാധ്യമങ്ങൾ കാണിക്കണേ. പറഞ്ഞ മനസ്സിലായ. അത് ഇപ്പൊ അതൊക്കെ അവരുടെ ഇഷ്ടം. ഈ പറഞ്ഞ പോലെ ആരും 100% പെർഫെക്റ്റ് ഒന്നല്ല. ഈ പറഞ്ഞ പോലെ ആരെങ്കിലും CPMന്റെ ആൾക്കാരാണെങ്കിലും കോൺഗ്രസിന്റെ ആൾക്കാരാണെങ്കിലും BJPയുടെ ആൾക്കാരാണെങ്കിലും ആരും 100% നിഷ്പക്ഷരൊന്നല്ല. ആവില്ല, അതാവാൻ പറ്റില്ല ഒരിക്കലും. എല്ലാവർക്കും അവരുടേതായ പക്ഷം ഉണ്ടാവും. പിന്നെ എന്നിട്ട് അതിൽ നുണ പറഞ്ഞിട്ട് ആൾക്കാരെ കബളിപ്പിക്കുമ്പോഴാണ് അങ്ങനെ ഉള്ളവരെ എടുത്ത് കാണിക്കും. അത്രേ ഉള്ളൂ. ജനം മനസ്സിലാക്കുക. അതായത് ഇപ്പൊ ഓഫ് കോഴ്സ് മറുനാടൻ മലയാളിക്കും അല്ലെങ്കിൽ ഏഷ്യാനെറ്റിന് അവരുടേതായ മാധ്യമം പ്രവർത്തനം ചെയ്യാനുള്ള അധികാരമുണ്ട്. പക്ഷെ അവരുടെ അജണ്ട ജനങ്ങൾ മനസ്സിലാക്കണം. ഇതാണ് അവരുടെ അജണ്ട, മെയിൻ അജണ്ട. അപ്പൊ അതിലിപ്പോ സതീശന്റെ ബഡ്ജറ്റ് അടിപൊളി ബഡ്ജറ്റ് ആണെന്നാണ് എല്ലാവരും പറയണേ. ഈ സലിംകുമാറിന് 1 കോടി പ്രഖ്യാപിച്ചത് അല്ലെങ്കിൽ സ്മാരകത്തിന് പ്രഖ്യാപിച്ചത് ഈ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ ഈവൻ കോൺഗ്രസ്സുകാർ തന്നെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വളരെ നല്ല രീതിക്ക്. പക്ഷെ ഏഷ്യാനെറ്റും അല്ലെങ്കിൽ മറുനാടൻ മലയാളം അത് വിമർശിക്കില്ല. ഇൻ കേസ് ഇത് LDFന്റെ ബഡ്ജറ്റിലാണ് ഇങ്ങനത്തെ ഒരു സംഭവം സ്മാരകം പണിതെന്നുണ്ടെങ്കിൽ അപ്പൊ ഒരു വരും ദൂർത്ത് അല്ലെങ്കിൽ ഒരു 10 അന്ത്യ ചർച്ച. ഏഷ്യാനെറ്റിന്റെ വക ഒരു ബിനു വി ജോൺ വരും ഒരു 10 അന്ത്യ ചർച്ചയായിട്ട്. പറഞ്ഞു മനസ്സിലായ. അപ്പൊ ഇതാണ് ഇരട്ടത്താപ്പ്. പറഞ്ഞു ഇത് ജനം മനസ്സിലാകണം. ഇപ്പോ കൈരളി ആണെങ്കിലും അല്ലെങ്കിൽ റിപ്പോർട്ടർ ആണെങ്കിലും അല്ലെങ്കിൽ മീഡിയ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ മനോരമ ആണെങ്കിലും എല്ലാവർക്കും അവരുടേതായ രാഷ്ട്രീയ അജണ്ട ഉണ്ട്. ഇന്ന ആളെന്നല്ല. പക്ഷെ അവരുടെ ഒരു അജണ്ട ഒരു സൈഡിലോട്ടാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാവും. അതായത് ഇപ്പോ റിപ്പോർട്ടർ ആണെങ്കിൽ പ്രോ CPIM അല്ലെങ്കിൽ മനോരമ ആണെങ്കിൽ പ്രോ കോൺഗ്രസ്, അത് നമുക്ക് മനസ്സിലാവും. പറഞ്ഞു മനസ്സിലായി. അല്ലെങ്കിൽ ഇപ്പോ മീഡിയ 1 ആണെങ്കിൽ പ്രോ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ മുസ്ലിംസ് അല്ലെങ്കിൽ ജനമാണെങ്കിൽ പ്രോ BJP, അത് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഏഷ്യാനെറ്റിന്റെയും മറുനാടൻ മലയാളിയുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പ്രത്യക്ഷത്തിൽ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇവരുടെ അജണ്ട കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ ഉപരി CPMനെ തകർത്തിട്ട് അവിടെ BJPനെ വളർത്താം. പറഞ്ഞു മനസ്സിലായ. അതാണ് അവരുടെ അജണ്ട. അത് പ്രത്യക്ഷത്തിൽ ആൾക്കാർക്ക് മനസ്സിലാവില്ല. പക്ഷെ ഇത് ക്ലോസ് ആയിട്ട് പൊളിറ്റിക്സ് ഒബ്സർവ് ചെയ്യുന്ന ആളെന്നുള്ള നിലയ്ക്ക് എനിക്ക് ശരിക്കും മനസ്സിലായിരുന്നു. അത് ഇലക്ഷന് മുമ്പോട്ട് എനിക്ക് അറിയായിരുന്നു അത്. പറഞ്ഞു മനസ്സിലായി. അപ്പൊ നിങ്ങൾ ഇനി ഒബ്സർവ് ചെയ്ത് നോക്കുക. നിങ്ങൾ ഇതൊക്കെ ഇവരൊക്കെ വീഡിയോസ് കാണും അല്ലെങ്കിൽ ഏഷ്യാനെറ്റിന്റെ അന്ത്യ ചർച്ചകളിലൊക്കെ ഒരു സൈലന്റ് അജണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ CPMനെ തകർത്ത് BJPനെ വളർത്താം. അതിപ്പോ സൈലന്റ് അല്ലാണ്ടായി തുടങ്ങി. മുമ്പ് അത് സൈലന്റ് ആയിരുന്നു. പറഞ്ഞു മനസ്സിലായ. ഇപ്പൊ ഏഷ്യാനെറ്റ് ഒക്കെ പിണറായിയുടെ സമയത്ത് ഈ LDFനെ വിമർശിക്കുമ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരിക്കുന്ന ആൾക്കാരെ വിമർശിക്കണം. ഓഫ് കോഴ്സ് അത് ശരിയാണ്. മാധ്യമങ്ങളുടെ ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണം
അപ് ടു ഡേറ്റ് ആക്കാൻ അല്ലെങ്കിൽ ആക്യുറേറ്റ് ആക്കാനായിട്ട് അവരെ വിമർശിക്കുക. പക്ഷെ അതിൽ പ്രശ്നം വരുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ LDF മാറി UDF വരുമ്പോൾ അതില് ആ വിമർശനത്തിന്റെ ഇന്റൻസിറ്റി കുറച്ച് ആ പഴയ ഇന്റൻസിറ്റി ഭരണവർഗത്തിനേക്കാൾ ഈ പ്രതിപക്ഷത്തോട്ട് വരുമ്പോഴാണ് ഈ ആൾക്കാർക്ക് സംശയം വരണം. പറഞ്ഞ മനസ്സിലായ എന്നാലും CPM നല്ല ആൾക്കാരുന്നോ അല്ലെങ്കിൽ അവർ അഴിമതി രഹിതരുന്നോ അല്ലെങ്കിൽ പുണ്യാളന്മാരെന്നോ അല്ല ഉദ്ദേശിച്ചത്. പറഞ്ഞ മനസ്സിലായ. അപ്പൊ ഇതാണ് ഈ ബഡ്ജറ്റിൽ വന്ന കാര്യങ്ങളിൽ ഇപ്പോ ഓരോ സംഭവങ്ങളും ഈ ബഡ്ജറ്റിനെ വിമർശിക്കുന്നുണ്ട് ഈ ആൾക്കാരൊക്കെ, ഈ കോൺഗ്രസിന് അനുകൂല ആൾക്കാരൊക്കെ വിമർശിക്കുന്നുണ്ട്. പക്ഷെ ലൈറ്റ് ആയിട്ടായിരിക്കും. പറഞ്ഞ മനസ്സിലായി, നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. ഇപ്പൊ മറുനാടൻ മലയാളിയുടെ ഒരു വീഡിയോ എന്റെ ഒരു തമ്മിലിനെ കണ്ടത്, എന്നിട്ട് സതീശൻ കേരളത്തെ രക്ഷിച്ചു അതാണ് ഇതാണെന്നൊക്കെയാണ് തമ്മിൽ അടിച്ചു പറഞ്ഞ ആള്. പറഞ്ഞ മനസ്സിലായി, ആള് പക്ക എന്താ പറയാ ബിസിനസ്മാനാണ്. അപ്പോ അതാണ് ഞാൻ പറഞ്ഞ, ആൾക്കാരെ ഒബ്സർവ് ചെയ്യുക, ആൾക്കാർക്ക് ഇരട്ടത്താപ്പുകൾ ഒബ്സർവ് ചെയ്യുക. ഇപ്പൊ ഓഫ് കോഴ്സ് അവർക്ക് അവരുടെ രീതിയിൽ മാധ്യമപ്രവർത്തനം നടത്താൻ 100% അവകാശമുണ്ട്. പക്ഷെ അതിൽ ഇരട്ടത്താപ്പ് ജനം മനസ്സിലാക്കണം. ഈ ഇരട്ടത്താപ്പ് മനസ്സിലാക്കിയിട്ട് വേണം അവർ വീഡിയോസ് കാണാനായിട്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. പറഞ്ഞ മനസ്സിലായി. ഇപ്പൊ ഏഷ്യാനെറ്റ് കാണുന്ന ഒരു BJP പ്രവർത്തകന് എന്ത് രീതിയിലും അവര് പറഞ്ഞാലും പ്രശ്നമില്ല. കാരണം ഈ രണ്ടുപേരും അജണ്ട ഓക്കെയാണ്. പക്ഷെ ഒരു കോൺഗ്രസ്സുകാരനോ അല്ലെങ്കിൽ CPM കാരനോ ഏഷ്യാനെറ്റ് കാണുമ്പോൾ ഈ അജണ്ട മനസ്സിലാക്കാണ്ട് കണ്ടു കഴിഞ്ഞാൽ അവരുടെ രാഷ്ട്രീയം തന്നെ കലങ്ങിപ്പോവും. പറഞ്ഞ മനസ്സിലായി. അപ്പൊ ഇതൊക്കെ ആൾക്കാർ ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ബഡ്ജറ്റ് 100% എതിർക്കുന്ന ആളല്ല ഞാൻ. ഇപ്പൊ നല്ല കാര്യങ്ങൾ ഉണ്ടായില്. പിന്നെ വേറെ സംഭവം, ഇപ്പൊ LDF ആണെങ്കിൽ ആൾക്കാർ ദൂർത്തടിക്കും. ഇപ്പോ മലബാറിൽ ഫുട്ബോൾ സ്റ്റേഡിയത്തിന് 50 കോടി പ്രഖ്യാപിച്ചു. ഇപ്പോ LDF ആണ് പ്രഖ്യാപിച്ചതുണ്ടെങ്കിൽ അപ്പൊ പറയും അതിൽ 25 കോടി എന്നിട്ട് LDF മുക്കും എന്ന് പറയും. അപ്പൊ അതിന് കോൺഗ്രസിനോടും പറയാനുള്ളത്, ഈ മുക്കാണ്ടിരിക്കുക, പകുതി മുക്കാണ്ട് ഫുൾ എമൗണ്ടിന് സ്റ്റേഡിയം പണിയാ.